നീ കൊച്ചിന്ന് ആളുകളിറക്കി എന്നെ തല്ലി അല്ലോ കാറ്റട പന്നിനെ. തല്ലിപ്പൊളിക്കോടാ. ഒരു മുണ്ടിങ്ങ. അല്ല, പൂക്കോയ്ക്കും അവന്റെ വാടാ പോടാക്കും രണ്ട് ചളക്ക ആവശ്യം. ആടുതോമ വന്നിരുന്നോ? വന്നു. എവിടെ പോയില്ല മോനെ. എങ്ങോട്ട് പോയി? അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അവനോട് തന്നെ ചോദിക്കണം. എന്താ കുറുപ്പേ പ്രശ്നം? പ്രതിഭ ട്യൂട്ടോറിയലിൽ പൂക്കോയുടെ കിട്ടത്തിലായിരുന്നല്ലോ. പഠിക്കാൻ പോയ മോള് മാഷ് കയറി അങ്ങ് പ്രേമിച്ചു. പൂക്കോയെ സമ്മതിക്കോ? ആമത്തായിട്ട് ട്യൂട്ടോറിയൽ അങ്ങ് പൂട്ടി. ചോദിക്കാൻ ചെന്ന മാഷ് പൂക്കോയുടെ വാടാ പോട എടുത്തിട്ടൊന്ന് പെരുമാറി.
മാഷ സങ്കടം സഹിക്കാതെ തോമാച്ചൻ ബലം പ്രയോഗിച്ച് താക്കോല് തിരിച്ചു വാങ്ങി കൊടുത്തപ്പോ തുടങ്ങിയതാണ് ഈ പ്രശ്നം. അത് പഴയ പ്രശ്നം. ഇന്നത്തെ പ്രശ്നമുണ്ട്. സാറേ, ഇന്നത്തെ പ്രശ്നം നമ്മൾ പറയാം സാറേ. തോമാച്ചായന്റെ അടുത്ത് മൊയിലാളിയുടെ വാടാപോടെ കൂടെ നടക്കാഞ്ഞിട്ട് കൊച്ചിന്ന് നമ്മളെ ജാതിക്കാരെ കൊണ്ടുവന്നു. കോട്ടപ്പുറത്തിട്ട് കണ്ണിന് മുളകോടി എറിഞ്ഞു ഒരുപാട് തല്ലിച്ചു. തോമാച്ചായൻ വിടുവോ? ഇങ്ങ് വന്ന് ഇറങ്ങിയതും പട്ടാളം വന്ന് ഇറങ്ങിച്ചു പോയതുപോലായിരുന്നു. നല്ല ചൊളതലയിടി. അവന്റെ ഭാഗ്യത്തിന് പുതിയ എസ് ഐ കുറ്റിക്കാട സാർ ചാർജ് എടുക്കുന്നത് നാളെ ആയിപ്പോയി. അല്ലെങ്കിൽ ഈ ചൊളചൊള അവന്റെ മുതുകത്ത് ഇരുന്നേനെ. കേക്കത്തില്ല. നല്ല ഒന്നാം തരം കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ഇരുന്നാഴി ചോര മതി. തോമാച്ചായൻ ആനയോടിച്ചു നിൽക്കും. ഡബിൾ ചങ്ക. എടേ, എന്താടേ എന്റെ ചോര മതിരിക്കുന്നുണ്ടോ? കൽക്കണ്ടത്തിന്റെ സ്വാദ്. നിന്റെ കണ്ടുപിടുത്തം കൊള്ളാലോടി. നാളെ തന്നെ ഒരു ഡോക്ടറെ കണ്ടുകളയാം. തോമയ്ക്ക് ഷുഗർ ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞേക്കാം. അയ്യോ, ഷുഗറൊക്കെ മനുഷ്യന്റെ ചോരക്കകത്തല്ലേ. ആട്ടിൻ ചോരക്കകത്ത് ഷുഗർ ജീവിക്കില്ല. ആണോ? Mic testing. Very many sounds. Hello. Check. Hello. എന്താ മോളെ, എന്തിനാ കരയുന്നത്? അച്ഛൻ എന്നെ തല്ലി. ഹലോ. മൈക്ക് ടെസ്റ്റിംഗ്. കുട്ടപ്പെട്ട, ആഹാ. തോമാച്ചിയ വന്നില്ലേ? ബഷീർ മാഷത് എവിടെ പോയിരിക്കായിരുന്നു? തനിക്ക് വേണ്ടി തോമാച്ചായ നടത്തി പുക്കാറൊന്നും താൻ അറിഞ്ഞില്ലേ? ഞാൻ ഇന്നലെ വളരെ രാത്രിയിലാ വന്നേ. ഉമ്മയും കൊണ്ട് മലപ്പുറത്ത് പോയിരിക്കായിരുന്നു. അറിഞ്ഞതു ഏത് പാതിരായ്ക്കാണേലും വന്ന് കണ്ടായിരുന്നു. തോമാച്ചായന് എന്ത് സന്തോഷമായനെ. ഓട്, ഒരു ചുള്ളിക്കവലെ കാണും. എന്താ ബഷീറെ? ഒരു ബന്ധവുമില്ലാത്ത എനിക്ക് വേണ്ടി തോമാച്ചൻ ജീവൻ വെച്ച് വില പറഞ്ഞു. ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. പ്രതിഭ തുടങ്ങാനുള്ള എന്റെ ആവേശം തുടർന്ന് പഠിക്കണമെന്ന് എന്റെ ആഗ്രഹമായിരുന്നു. എന്റെ PhD റിസൾട്ട് അറിഞ്ഞാലുടൻ ഞാൻ ഈ പ്രതിഭ നിർത്തിക്കൊള്ളാം. അപ്പൊ നിന്റെ മേർത്തച്ചയെ ആര് പഠിപ്പിക്കോടാ? ഈ പൂട്ട് ഞാൻ വാങ്ങിച്ചതാ. നിന്റെ പണത്തിന്റെ ഹുങ്ക് പാവപ്പെട്ട ഇവനോട് കാണിക്കരുത്. ഇവന്റെ പ്രതിഭ നിന്റെ തട്ടേല. ആക്രിക്കടയ്ക്ക് കൊടുത്തതൊന്നുമല്ല, കോളേജ് നടത്താൻ കൊടുത്തതാ. വാടക കൃത്യമായി തരുന്നുണ്ടല്ലോ. ഇനി പൂട്ടരുത്. എടുക്കടാ. ഐശ്വര്യമായിട്ട് നീ നിന്റെ കൈ കൊണ്ട് ആ പൂട്ട് മാഷിന് കൊടുക്ക്. ഈ പൂട്ടിന്റെ മുകളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയ നിന്നെ ഞാൻ പൂട്ടും. ഒടുക്കത്തെ പൂട്ട്. മുന്തസേ, പ്രതിഭയുടെ ഒരു താക്കോല് നിന്റെ കയ്യിരിക്കട്ടെ. ഇവൻ തുരുമ്പിക്കാതെ വല്ലപ്പോഴും എണ്ണയിട്ട് സൂക്ഷിച്ചോ. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്തിനാ? പൂക്കോയിനടിച്ചേന്. അപ്പൊ പൂക്കോയി അടിച്ചാ സ്വർണം തരും അല്ലേ? ഉറപ്പിക്കട്ടെ. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും.